അപ്പോൾ വർഷം 2025 തുടങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും അലമ്പ് കാര്യങ്ങൾ സംഭവിച്ച ഒരു മാസമായിരുന്നു ഫെബ്രുവരി. ഏറ്റവും അലമ്പ് മാസം എന്ന് ഞാൻ പറയില്ല, ഏറ്റവും അലമ്പ് കാര്യങ്ങൾ സംഭവിച്ച ഒരു മാസമായിരുന്നു ഫെബ്രുവരി. അതെന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദ്നാൻ ഹിറാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഐ തിങ്ക് തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു. ഫെബ്രുവരി 3-ാം തീയതി അന്നാണ് ആദ്യമായിട്ട് ഒരു മോശം കാര്യം സംഭവിച്ചത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ദുബായിലാണ് ഉണ്ടായിരുന്നത്. കുറച്ച് കാലം, ഒരു 3 മാസത്തോളം ദുബായിലാണ് ഉണ്ടായത്. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു എന്തെന്ന് ഫെബ്രുവരി 3-ാം തീയതി. അന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എടുത്ത ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. വരണ വഴിക്ക് എൻ്റെ ഹാൻഡ് ബാഗേജിൽ 7 കിലോ ഉണ്ടായിരുന്നുള്ളൂ. 9 കിലോ വരെ അവർ കണ്ണടച്ച് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എൻ്റെ ഹാൻഡ് ബാഗേജിൽ 10 കിലോ ഉണ്ടായിരുന്നു. 10 കിലോ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഫൈൻ അടക്കാനായിട്ട്. അപ്പോൾ ഈ സാധനമൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കളയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ പറ്റൂല. എൻ്റെത് അങ്ങനെ നിവ്യയുടെ ചെറിയൊരു ഫേസ് ക്രീം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോയിൽ 1/4 കിലോയിലും താഴെ 150 ഗ്രാം മില്ലിയുടെയാണ് ആ ഒരു ചെറിയ ബോട്ടിലില്ലേ, ചെറിയൊരു പാക്ക്. അതെടുത്ത് കളയാൻ പറ്റില്ല. അടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഡിഫറൻസ് അതിനകത്ത് ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി 1-2 ഡേറ്റ്സ് വേറൊരുത്തേക്ക് കൊടുത്തു വിട്ടു. പക്ഷേ ഇനിയുള്ള സാധനങ്ങൾ എടുത്ത് കളയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ സാധനങ്ങളല്ല, വേറെ നാട്ടിൽ വന്നിട്ട് കൊടുക്കാനുണ്ടായ സാധനങ്ങളായിരുന്നു. അത് കാരണം കൊണ്ട് ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫൈൻ അടച്ചു. അപ്പോൾ ഒരു 2 കിലോയുടെ ഫൈനാണ് പേ ചെയ്യാൻ പറഞ്ഞത്. 1 കിലോക്ക് 68 രൂപ വെച്ചിട്ട്. അപ്പോൾ 68 എന്ന് പറയുമ്പോൾ 136 ദിർഹംസ്, 68 രൂപ കേട്ടോ, 68 ദിർഹംസ്. അങ്ങനെ 136 ദിർഹംസ് അത് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 136 ദിർഹംസ് എന്ത് ചെയ്ത് കൊടുത്ത്. ഇതൊന്നല്ല രസം. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരല്ലേ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ 200 ദിർഹംസ് ഇരുന്നിട്ട് നാട്ടിൽ വരണമെന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇത് ഇന്ത്യൻ മണി ആക്കാമെന്ന് ചോദിച്ചിട്ട് ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ ഇത് ഇന്ത്യൻ മണി ആക്കി. അപ്പോൾ എനിക്ക് ഏകദേശം 4000 സംതിങ് കിട്ടി. 200 സംതിങ് ദിർഹംസ് ഉണ്ടായിരുന്നു. എനിക്ക് 4000 സംതിങ് രൂപ കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു ദിർഹംസിന് 19 പോയിന്റ് സംതിങ് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഇന്ത്യൻ മണി എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ മണി അവിടെ പറ്റുമെന്ന് വെച്ചപ്പോൾ ഒരു ഇന്ത്യൻ മണി ആപ്ലിക്കബിൾ അല്ല, ദിർഹം തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇന്ത്യൻ മണി ആക്കിയത് പിന്നെയും ദിർഹമാക്കാൻ ചെന്നു. അപ്പോൾ അവിടെയും ഒരു കോസ്റ്റ് കട്ടിങ് ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഒരു ദിർഹം തന്നത് 25 രൂപക്ക് ഒരു ദിർഹം വെച്ചാണ് എനിക്ക് തന്നത്. അപ്പോൾ അവിടെയും വെച്ച് പണി കിട്ടി. അങ്ങനെ ദുബായിലത്തെ കേസൊക്കെ ക്ലോസ് ചെയ്ത് 3500 രൂപ കൊടുത്തപ്പോൾ എനിക്ക് അവർ 136 ദിർഹംസ് തന്നു. എന്നിട്ട് അത് ഇവിടെ കൊണ്ട് കൊടുത്തത് ക്ലിയർ ചെയ്തിട്ടാണ്. ഇത് എയർപോർട്ടിൻ്റെ അവിടെ കൊണ്ട് കൊടുത്ത് ക്ലിയർ ചെയ്ത് ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് മറ്റേ നേരത്തെ ഒരു പയ്യനെ കൊടുത്തിരുന്ന ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ എവിടെയൊക്കെ എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ വിളിക്കുക. അപ്പോൾ പറഞ്ഞ് നീ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഈ പില്ലറിൻ്റെ അവിടെ നിൽക്ക്, അപ്പോൾ ഞങ്ങളവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 11 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ആയത്. 1/2 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ലാൻഡ് ആയത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ ഒരു കസ്റ്റംസുകാരൻ വിളിച്ച് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ബാഗൊക്കെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ബാഗ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു iPhone 16 Pro Max ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കേസും സ്ക്രീൻ കാർഡൊക്കെ ഇട്ടും തന്നത്. അങ്ങനെ അതുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഐഫോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറ ആയിരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐഫോണിന് അപ്പോൾ ഈ ഐഫോണൊന്ന് ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓണാക്കിയപ്പോൾ ഐഫോൺ രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്വിച്ച് ഓൺ ആക്കണത്. അപ്പോൾ ആദ്യം സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് പുതിയ ഫോണാണ്, ഇതിനെന്തായാലും ഡ്യൂട്ടി അടക്കണം എന്ന് പറഞ്ഞ് അവർ ഫോൺ മേടിച്ച് അവിടെ സീൽ ചെയ്ത് വെച്ച്. പറഞ്ഞ് പാസ്പോർട്ടൊക്കെ മേടിച്ച് വെച്ച്. പറഞ്ഞ് 38,500 രൂപ, 38.5% ഡ്യൂട്ടി അടക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഐഫോണിൻ്റെ ഉടമസ്ഥർ വന്നു. അവരെ ഡ്യൂട്ടി അടക്കേണ്ട പൈസ അവരടച്ചു. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഞാനിത് കൊണ്ടുവരാൻ വേണ്ടി മുതിരാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെന്നാണ് ഹിൻസി തിങ്സ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ട്, ഹിൻസി.
അവൻ്റെ വീട് ഇവിടെ അടുത്താണ് മതിലകത്ത്. അപ്പോൾ അവനക്ക് വേണ്ടിയാണ് മെയിൻലി ആ സാധനം കൊണ്ടുവന്നത്. അവൻ കോണ്ടന്റ് ക്വാളിറ്റി കൂട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഐഫോൺ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും കൂടെ ചെറുതായിട്ടൊന്ന് ബലിയാടായി. 38,500 എൻ്റെ അക്കൗണ്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കൊടുക്കാൻ വേണ്ടി ATM കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ATM കാർഡ് ത്രൂ പോകണില്ല, GPay ത്രൂ പോകണില്ല കസ്റ്റംസുകാർ കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവന്മാരുടെ ഫോൺ മേടിച്ച് പൈസ പേയ്മെൻറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 4-ാം തീയതി രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് ഞാൻ തിരിച്ച് എൻ്റെ അക്കൗണ്ടിൽ കയറിയ പൈസ തിരിച്ച് അവന്മാർക്ക് തന്നെ GPay ചെയ്ത് കൊടുത്തത്. അന്ന് 11 മണിക്ക് ലാൻഡായിട്ട് മാക്സിമം 1 മണിക്കെങ്കിലും എത്തണം. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഏകദേശം 4 മണി ആവാറായി. ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4:30-5 മണിയായി വീട്ടിൽ എത്തിയപ്പോൾ. അത്രയധികം നല്ല രീതിക്ക് വേഗമായിട്ടാണ് വീട്ടിൽ എത്തിയത്. അന്ന് എങ്ങനെ പോയാലും ഒരു 12:30-1 മണിക്ക് ഇടയിലെത്തണ്ടായിരുന്ന ഞാൻ അന്ന് വീട്ടിൽ എത്തിയപ്പോൾ 4:30-5 മണിയായി. അപ്പോൾ ഇങ്ങനെയാണ് ഫെബ്രുവരിയിലത്തെ ഒരു കാര്യങ്ങൾ ഒക്കെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി കഴിയാൻ പോകണം. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണാം. അതുവരെയൊക്കെ മിക്സ് മീ അതിനെ ബൈ.